ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വന്ന പാടെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇത് നൈറ്റ് വ്ളോഗായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ വീട്ടിലോട്ട് ജോലിയും കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്കും മോനോട്ട് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ മോനോട്ടം പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര അലുമ്പാണ്. അങ്ങനെ ഇപ്പം അച്ചാച്ചനാണ്, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് പഠിപ്പിക്കുന്നത്. ഏട്ടനെ ഇങ്ങനെ ലൈവായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. 1 മണിക്കൂറെങ്കിലും അമ്മ ഇരുത്തി ABCD ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഒരു 2 മാസമായിട്ടേ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ അതിന് മുമ്പ് നമ്മൾ 3 വയസ്സായപ്പോഴും 3.5 വയസ്സായപ്പോഴും നിർബന്ധിച്ച് നമ്മൾ പഠിപ്പിച്ചിരുന്നൊന്നുമില്ല. അപ്പോൾ 4 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് നിർബന്ധിച്ച്, പക്ഷേ പിന്നീട് അങ്ങോട്ട്, അതായത് ആദ്യം സ്റ്റാർട്ടിങ് ട്രബിളേ ഉള്ളൂ, പിന്നീട് അങ്ങോട്ട് ആൾ ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട് അങ്ങ് ഇരുന്നോളും. കളിയും ചിരിയും പഠിത്തമായിട്ടൊക്കെ ഇരുന്നോളും കേട്ടോ. അങ്ങനെ അമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ വരുന്നതിന് മുമ്പ് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്നെ കണ്ടു കഴിയുമ്പോൾ മോനോട്ട് ഭയങ്കര അലമ്പായിരിക്കും. അതുകൊണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് അമ്മ 5 മണിയാകുമ്പോഴൊക്കെ ഇരുത്തി പഠിപ്പിക്കാൻ തുടങ്ങും. 6 മണിയൊക്കെ ആകുമ്പോൾ തീരും കേട്ടോ. എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സമയത്ത് അതൊക്കെ പോയി ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് അച്ചാച്ചനും കൊച്ചുമോനും കൂടി വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ബഹളമൊക്കെയാണ് ഇവിടെ ഈ കാണുന്നത് കേട്ടോ. എന്തൊക്കെയാണെന്ന് അറിയത്തില്ല, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. ആൾക്ക് വിളക്ക് കത്തിക്കാനാണെങ്കിലും തിരി കത്തിക്കാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ നമ്മളങ്ങനെ ചെയ്യിപ്പിക്കൂല, കാരണം നമ്മളെ കണ്ണ് തപ്പണ സമയത്ത് ആൾ തീപ്പെട്ടി എടുത്തിട്ട് ഉരച്ചാലോ എന്ന് പേടിച്ചിട്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യിക്കാറില്ല. പിന്നെ കുറച്ചൊക്കെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യണമെന്ന് അവൻ ബഹളം വയ്ക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യിക്കും, അല്ലാതെ നമ്മളങ്ങനെയൊന്നും ചെയ്യിക്കത്തില്ല കേട്ടോ. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ വിളക്ക് കത്തിക്കാനൊന്നും കയറാറില്ല. മറ്റേത് ഞാൻ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കാറുണ്ട്, വിളക്കൊക്കെ തേച്ചൊക്കെ വയ്ക്കാറുണ്ട്. എനിക്ക് അതിൽ ഭയങ്കര ഒരു ഇഷ്ടമാണ്, താല്പര്യമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എപ്പോഴും എന്തായാലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. ഇതൊക്കെ അമ്മ തന്നെയാണ് പരിപാടികൾ ചെയ്യുന്നത്. ഞാൻ ഏതെങ്കിലും ഒരു നേരമേ തല വാഷ് ചെയ്യത്തുള്ളൂ. അപ്പോൾ രാവിലെ തല കുളിച്ചത് കൊണ്ട് വൈകുന്നേരം മേല് കഴുകുന്നതേ ഉള്ളൂ, തല നനയ്ക്കുന്നില്ല. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് മടിയും കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും താങ്ങിയും തൂങ്ങിയൊക്കെ നിൽക്കും. ചില സമയങ്ങളിൽ ഒക്കെയാണ് വീഡിയോ എടുക്കുന്നതാണെങ്കിലും ഈ പറയും പോലെ മോനിട്ടൻ്റെ ഇവിടെ ഇരിക്കുന്നതാണെങ്കിലും ചില സമയം ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വന്ന പാടെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി പോയി ഫ്രഷ് ആയിട്ടൊക്കെ വരട്ടെ. എന്തേര് അപ്പം നമ്മൾ ആ വീഡിയോ ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇത് ഞങ്ങൾ പഠിപ്പിച്ച് കൊടുത്തതേ അല്ല, ആൾ തന്നെ സ്കൂളിൽ പോയി കേട്ട് പഠിച്ചതാണ് കേട്ടോ. കൊച്ചിലെ എനിക്ക് തോന്നുന്നു 3 വയസ്സ് മുതലാണ് മോനുടെ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. അന്ന് മുതലേ ആൾ ചെറുതായിട്ടിത് പാടുമായിരുന്നു. ഇപ്പോഴാണ് ഫുൾ അതിൻ്റെ വരികൾ നന്നായിട്ട് അറിയാവുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തതാണ്, അതിൻ്റെ വോയിസ് കൊടുക്കാതിരുന്നത്. ചിലപ്പോൾ ഇനി കുട്ടികളുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഓഫായി പോകും. അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാത്തത്. പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ അവനെ കൂടെ ഒന്നുകൂടെ പാടിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഫുൾ ഞാൻ ഇൻസ്റ്റയിൽ കൊടുക്കാം. നല്ല രസമാണ് കേട്ടോ, ഒന്ന് കേട്ട് നോക്കണം. ചിലയിടത്ത് ചില വാക്കുകളൊക്കെ നമ്മൾ ചിരിച്ചു പോകും കേട്ടോ. അങ്ങനെ വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേക്ക് അമ്മ രാത്രിയത്തെ ഫുഡ് ഉണ്ടാക്കിയാണ്. ഉറട്ടി, അതായത് ഗോതമ്പ് ഉറട്ടിയാണ് ഉണ്ടാക്കുന്നത്. മിക്കപ്പോഴും വിചാരിക്കും ഗോതമ്പിൽ ആഹാരം കഴിക്കണം, നൈറ്റ് നേരത്തെ ആഹാരം കഴിക്കണം, ചോറ് കഴിക്കാൻ പാടില്ല, 7 മണിക്ക് മുമ്പ് കഴിക്കണം എന്നൊക്കെ വിചാരിക്കണം. ഒന്നും നടക്കത്തില്ല. മോനോടൊപ്പം തിന്നണത് നെല്ലിക്കയാണ് കേട്ടോ. ഞാനും വസൂടിനും ചോറാണ് കഴിക്കുന്നത്, അമ്മ ഉറട്ടിയാണ് കഴിക്കുന്നത്. ഇനിയിപ്പം എപ്പോഴും വിചാരിക്കും കേട്ടോ, എനിക്ക് ഗോതമ്പിലെ ഫുഡ് മതി രാത്രി എന്നൊക്കെ വിചാരിക്കും. പക്ഷെ മടി ഭയങ്കര മടിയാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല. രാവിലെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പിന്നെ രാവിലെ ഉണ്ടാക്കി വെച്ചേക്കണ ചപ്പാത്തി വൈകുന്നേരം എടുത്ത് കഴിക്കാനൊന്നും കൊള്ളത്തില്ല. അതങ്ങനെ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ചൂര മീനായിരുന്നു തലേദിവസം കിട്ടിയിരുന്നത്. തലേദിവസമല്ല, കഴിഞ്ഞ ദിവസം ഞാനും ഒരു ട്രിപ്പ് മീൻ വാങ്ങിച്ച്, അച്ഛനും ഒരു ട്രിപ്പ് മീൻ വാങ്ങിച്ച്.
ഞാനും അച്ഛനും അറിഞ്ഞിരുന്നില്ല മീൻ വാങ്ങിച്ചത്. അങ്ങനെ കുറേ മീനിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അമ്മ കട്ട് ചെയ്ത് സെപ്പറേറ്റ് പാത്രത്തിൽ ആക്കി ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്, വെള്ളത്തിലിട്ട്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് അതാണ് ഇട്ട് ഓട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ മീൻ വാങ്ങിക്കത്തേ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ അങ്ങനെ ഇരുന്ന് എടുക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അച്ഛൻ ആ സമയത്ത് വിളിച്ച സമയത്ത് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് അച്ഛനും വാങ്ങിച്ചു, ഞാനും വാങ്ങിച്ചു. അപ്പോഴപ്പോഴും ഫ്രഷ് ആയിട്ട് വാങ്ങിക്കണത് ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന് പിന്നെ ഒരു 3-4 ദിവസമൊക്കെ അത് തന്നെ എടുക്കുന്നതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അപ്പോഴപ്പോഴും വാങ്ങിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടുമല്ലോ. ഞാൻ യഥാർത്ഥത്തിൽ മോരുണ്ടിനെ കണക്കാക്കി മാത്രം റൈസ് എടുത്തിട്ടുള്ളൂ, ഒരുപാട് റൈസ് എടുത്തിട്ടില്ല. പിന്നെ അവിയലുണ്ടായിരുന്നു, അവിയൽ കുറച്ച് കൂടുതലെടുത്തു. എനിക്ക് അവിയൽ ഇഷ്ടമല്ല, പക്ഷേ ഇപ്പോൾ അവിയലൊക്കെ വയ്ക്കുമ്പോൾ ആർക്കും അവിടെ ഇഷ്ടമല്ല, അതെടുത്ത് കളയുകയാണ് ചെയ്യണത്. ചില ദിവസങ്ങൾ 1-2 ദിവസങ്ങളിൽ അങ്ങനെ തീർന്നിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എല്ലാവരും അവിയൽ വെറുത്തു പോയി കേട്ടോ, മോരുണ്ടിന് തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവിയലെടുത്ത് കളയാമല്ലോ എന്ന് വിചാരിച്ച് അവിയൽ ഫുള്ള് കഴിച്ചു. എന്നിട്ട് എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ വിചാരിച്ച് പാത്രം കഴുകി വയ്ക്കാമെന്ന്. കാരണം പിറ്റേ ദിവസം എനിക്ക് രാവിലെ എണീറ്റ് കുറച്ച് പരിപാടിയുണ്ട്, വീഡിയോ എടുക്കണം. ഈ പറയുമ്പോൾ തുണികൾ കഴുകാൻ ഒരു കുന്നോളം ആയിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടില്ല. അപ്പോൾ 2-3 ദിവസം വർക്കും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോ ആയതുകൊണ്ട് എനിക്ക് തുണികൾ കഴുകാൻ പറ്റിയില്ല. അപ്പോൾ ആ തുണികൾ അത്രയും കഴുകണം. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് നമുക്ക് അടുക്കളയിൽ വന്ന് പാത്രങ്ങൾ കഴുകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് പാത്രങ്ങളൊക്കെ കഴുകി തേച്ച് പറക്കി വെച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഇത് മീൻകറിയാണ് കേട്ടോ. മീൻകറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, ചൂരക്കറിയായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെങ്കിൽ വറ്റിച്ച് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഇനിയിപ്പോൾ വറ്റിക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഞാൻ അത് വറ്റിച്ച് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ ആയപ്പോഴത്തേക്കും വെള്ളം തീർന്നു പോയി, കുടിക്കാനുള്ള വെള്ളം തീർന്നു പോയതുകൊണ്ട് കുറച്ച് വെള്ളം പിടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം മോനുടെ കിടക്കാൻ നേരത്ത് എന്തായാലും അവൻ ചോദിക്കും അവന് വെള്ളം വേണമെന്ന്. അപ്പോൾ എനിക്കും ദാഹം വരും. ഞാൻ ഈ കിടന്നാലും ഈ പറയും പോലെ പെട്ടെന്ന് ഞാൻ ഉറങ്ങൂല. ഇപ്പോൾ ഉള്ള കുഴപ്പമാണ് പെട്ടെന്ന് ഉറങ്ങേയില്ല. 10 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങണത് ചിലപ്പോൾ 12:30-1 മണിയാവും. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് 2-3 ട്രിപ്പ് വെള്ളം കുടിക്കാനൊക്കെ തോന്നും. അപ്പം വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തണുത്ത വെള്ളം ചില ദിവസങ്ങളിൽ വെള്ളം തീർന്നു പോകണമെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുക കേട്ടോ. തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്, പെട്ടെന്ന് എനിക്ക് ജലദോഷം വരും. ഈ ഇടയ്ക്ക് എനിക്ക് ജലദോഷം വന്നു ഇനി അതാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ തണുത്ത വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജ് വെച്ച വെള്ളമല്ല, അല്ലാത്ത ടാങ്കിലുള്ള വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരിക്കും. രാത്രി ആ ടാങ്കിൽ കിടക്കുന്ന വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും. അങ്ങനെ എനിക്ക് വയ്യാതായതാണോ എന്നറിയത്തില്ല ഈ ഇടയ്ക്ക്. ഇപ്പോഴും എൻ്റെ സൗണ്ടും എൻ്റെ ബഡ്ഡേ ഒന്നും ക്ലിയർ ആയിട്ടില്ല, ഇപ്പോഴും ജലദോഷം ഉണ്ട് കേട്ടോ. അങ്ങനെ അടുപ്പത്ത് കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല. അത് അപ്പോഴപ്പോഴങ്ങ് കഴുകിയൊക്കെ വെക്കുന്നത് കൊണ്ട് ഇപ്പോൾ വലിയ പാത്രങ്ങളൊന്നും. അങ്ങനെ ചൂരക്കറി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ചൂര ഇത് തേങ്ങ അരച്ചല്ല വെച്ചത്, എന്നാൽ മുളകിട്ടാണോ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയല്ല. അമ്മ പുതിയൊരു രീതിയിൽ വെച്ചാണ്. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അമ്മ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു സവാളയും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി വെളുത്തുള്ളിയോ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അത് മിക്സിയിൽ അടിച്ചെടുത്ത് അങ്ങനെ ഒരു പേസ്റ്റാണ്. അതിലാണ് മീനിട്ട് കറിയാക്കി എടുക്കുന്നത്. സംഗതി എനിക്ക് അതിൻ്റെ റെസിപ്പി നന്നായിട്ട് അറിയത്തില്ല, പക്ഷേ കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്തെങ്കിലും ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെ വൈകുന്നേരങ്ങളിൽ ഞാനിപ്പോൾ, അതായത് വൈകുന്നേരങ്ങളിലല്ല, രാത്രി സമയത്ത് ഞാനിപ്പോൾ കിടക്കുന്നതിന് മുമ്പായിട്ട് തളിര് പേരയിലയും മഞ്ഞളും കൂടി അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് മുഖത്തിട്ടിട്ടാണ് ഞാൻ കിടക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുഖത്തിങ്ങനെ അലർജി ഇച്ചിരി കൂടുതലായിട്ട് വന്നായിരുന്നു ഇടയ്ക്ക് വെച്ച്. അപ്പോൾ ഇതിപ്പോൾ ഇത്തിരി കുറവുണ്ട്, കാണുന്നുണ്ടല്ലോ നിങ്ങളെ ഫേസിൽ. ഇതിനേക്കാൾ നല്ല ഹെവി ആയിട്ടായിരുന്നു. അപ്പോൾ കൊച്ചിലേ എനിക്ക് ഈ ഒരു കൂട്ട് നന്നായിട്ട് സ്കിന്നിന് നന്നായിട്ട് റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ്. അപ്പം രാത്രി ഞാൻ കിടക്കുമ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു എടുക്കാൻ. കാരണം എൻ്റെ മുഖം അവസാനം വിരൂപമായിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇട്ടില്ല. നാളെ, അതായത് പിറ്റേ ദിവസം രാവിലെ എടുത്തിടാമെന്ന് വിചാരിച്ചു. പക്ഷേ മസ്റ്റാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ പിമ്പിൾസൊക്കെ ഉണ്ട്, പച്ചമഞ്ഞളിട്ട അലർജി വരില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ട് പരീക്ഷിക്കേണ്ടതാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര റിസൾട്ട് വരുന്നൊരു സാധനമാണ്. പിന്നെ അലോവേര ജെല്ല് നല്ലതാണ്. ചിലർക്ക് അലോവേര ജെല്ല് ചേരത്തില്ല, അത് നോക്കി ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ഇത് പല വീഡിയോസിലും ഞാൻ ഈ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സോറി, വേറെ നിർവാഹമില്ലാതെ ആയിപ്പോയി. മോനുട്ടൻ അവിടെ കിടന്ന് മറിയാണ്, ആ സൗണ്ട് എനിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. മോനുട്ടൻ അവിടെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ്. കാരണം അവൻ്റെ അപ്പൂപ്പൻ വന്ന്, അപ്പോൾ അതിൻ്റെ ബഹളമാണ്, അതിൻ്റെ കളിയും ബഹളത്തിലും ഒക്കെയാണ്. 10 മണിയാകുമ്പോൾ സാധാരണ ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ബഹളം തുടങ്ങും. പക്ഷേ ഞാൻ അപ്പോഴൊന്നും കിടന്നുറങ്ങത്തില്ല കേട്ടോ. അങ്ങനെ കാരണം നമ്മൾ മൊബൈലൊക്കെ തോണ്ടി എപ്പോഴെങ്കിലാണ് കിടന്നുറങ്ങുന്നത്. ഒരു 12 മണിയെങ്കിലും ആവും മിനിമം.
അങ്ങനെ ദാ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇത്തിരി ആശ്വാസമായി. സത്യം പറഞ്ഞാൽ ഇച്ചിരി മടിയാണെങ്കിൽ അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജോലിയാണ് കുറയുന്നത് കേട്ടോ. അങ്ങനെ ഇതേപോലെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻസ് ഇടോ. അപ്പോൾ എനിക്കറിയാമല്ലോ എത്ര പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെന്ന്. കാരണം ഇങ്ങനെ കിടക്കുന്നതിന് മുമ്പ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കള നീറ്റാക്കി, യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ ചിലർ ചെയ്യുന്നവർ കാണത്തില്ലായിരിക്കും, പിറ്റേ ദിവസം രാവിലത്തേക്ക് ഇട്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അത് കഴിഞ്ഞ് ഞാൻ എന്താ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. എനിക്ക് ഈ ഒരു ശീലം പണ്ടേ ഇല്ലായിരുന്നു. അങ്ങനെ നൈറ്റ് ബ്രഷ് ചെയ്യണ സ്വഭാവമൊന്നും എനിക്കില്ലായിരുന്നു. ഇപ്പം ഞാൻ നൈറ്റ് ബ്രഷ് ചെയ്യുന്നതിന് കാരണമെന്ന് പറയുന്നത് പല്ലിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നൈറ്റ് ബ്രഷ് ചെയ്യുന്നത്. നൈറ്റ് ബ്രഷ് ചെയ്താലേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മടിയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അത് യൂസ് ചെയ്യത്തില്ല. അപ്പം പല്ലിന് ചെറിയതായിട്ട് ഗ്യാപ്പ് വന്ന കണക്ക് എനിക്ക് ഫീൽ ചെയ്യും. ഇപ്പം ഞാൻ ചേർത്തുകൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്പി ഇട്ട പൈസ വേസ്റ്റായി പോകത്തില്ലേ. എൻ്റെ മോനൂട്ടം പല്ല് വയ്ക്കുകയാണ്, അടിപൊളിയായിട്ട് പല്ല് വയ്ക്കുകയാണ്. കൊച്ചു വാച്ചൊക്കെ ഇട്ടിട്ടാണ് പല്ല് വയ്ക്കണത് അല്ലേ മക്കളെ? സൂപ്പർ കൊച്ചാണ് അല്ലേ മക്കളെ? അയ്യോ, ഓ അത്രയ്ക്ക് തുപ്പാനൊക്കെ ഉണ്ടായിരുന്ന വായും കൂടെ കൊപ്പിളിക്ക്. ഇടത്തെ കൈ കൊണ്ടാണോ വലത്തെ കൈ കൊണ്ട്? ഒന്നും തുപ്പിയില്ല. ഡേ കുടിക്കല്ലേ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. തോർത്തിൽ തുടക്ക്. ഗുഡ് ബോയ് ആണ് എൻ്റെ കുട്ടി, ഗുഡ് ബോയ് ആണ്. അതെടുത്ത് അവിടെ ഇട്ടാ. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഉടുപ്പ് നിക്കറൊക്കെ മാറ്റിയിട്ട് നമുക്ക് കിടക്കാം. ഓക്കെ. ഓ സ്പൈഡർമാനാണേ. അയ്യോ, എനിക്കൊരു ശീലമുണ്ട്. മോനോട്ടന്നെ രാത്രി കിടത്തി ഉറക്കുന്ന സമയത്ത് ആ ഡ്രസ്സ് ഞാൻ അതുവരെ ഇട്ടിരുന്ന ഡ്രസ്സ് ഉടുപ്പും നിക്കറും മാറ്റി പുതിയ കഴുകി വെച്ചേക്കുന്ന ഉടുപ്പ് നിക്കർ ഇട്ട് കൊടുക്കുക. അത് പണ്ടേ അങ്ങനെയാണ്. ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റിയാലോ അല്ലെങ്കിൽ പറയും പോലെ മുഷിഞ്ഞാലോ ഞാനതിട്ട് കിടത്തി ഉറക്കൂല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ മോനിട്ടനായിട്ട് കുറച്ച് നേരം കളിക്കും. പിന്നെ ചില സമയം നല്ല സ്വഭാവമായിരിക്കും, ചില സമയം മോശമായിരിക്കും. പിന്നെ ഞാൻ സോപ്പിട്ടൊക്കെ കിടത്തി ഉറക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ ചിലപ്പോഴൊക്കെ അവൻ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ വഴക്കൊക്കെ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ അവരുന്ന് കരങ്ങിട്ട് കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് അവനെ കരയിപ്പിക്കാതെ എനിക്ക് രാത്രി ഞാൻ കിടത്തി ഉറങ്ങണം. അതുവരെയൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞാൽ രാത്രി കിടക്കാൻ നേരം ആകുമ്പോൾ മോനോട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് 100,000 ഉമ്മയൊക്കെ കൊടുത്താണ് കിടത്തി ഉറക്കണത്. അതെനിക്ക് ഭയങ്കര ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് മോനോട്ടൻ്റെ കൈ കളർ പെനൊക്കെ വെച്ച് അടിച്ച് കുളമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ സ്കൂളിൽ പോകാത്തതുകൊണ്ട് കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ചവിട്ടി കഴിവേണ്ടി വരും രാവിലെ എണീറ്റ്. അങ്ങനെ പിന്നെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.